നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, റെസനേറ്റ് ആവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ റീഡിങ്സുകൾ എന്ന് പറയുന്നത്, ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. എത്രത്തോളം പോസിറ്റീവായിട്ടാണോ നിങ്ങളിത് കേൾക്കുന്നത്, ഇത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അത്രത്തോളം അതിനകത്തുള്ള കാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നെഗറ്റീവായ പല സിറ്റുവേഷൻസിനെയും പല പെയിൻഫുള്ളായ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും. അത് ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പം അത്രത്തോളം സമർപ്പണ ബോധത്തോടു കൂടിയും വിശ്വാസത്തോടും കൂടി മാത്രം കാണുക. സംശയത്തോടു കൂടി കാണുക എന്നത് നമുക്കതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ വളരെയധികം താമസമായിരിക്കും. അപ്പോൾ വിശ്വാസത്തോടു കൂടി തന്നെ കാണുക. പോസിറ്റീവായ മൈൻഡ് സെറ്റോടു കൂടി തന്നെ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നിങ്ങൾക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അതായത് കപ്സുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളുടെ ഒരു മാനിഫെസ്റ്റേഷൻ, അതല്ലെങ്കിൽ നമ്മൾക്കൊരു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നു. ഏറ്റവും ഹൈ പവറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം. ഇൻറ്റ്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം എന്നത്, ചില കാര്യങ്ങളിൽ ചെന്ന് തൊടുമ്പം നമ്മളോട് മൈൻഡ് തന്നെ പറയും നോ എന്ന്, വേണ്ട അത് ചെയ്യരുതെന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവായൊരു വൈബ് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന. ഏറ്റവും ഹൈ ലെവലിൽ ഏറ്റവും പവർഫുള്ളായ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ മൈൻഡ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഹാർട്ട് ചക്ര ഏറ്റവും തീവ്രമായ രീതിയിൽ എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷൻസിനെയും വളരെയധികം, നിങ്ങളുടെ ഏറ്റവും നെഗറ്റീവ്, ഏറ്റവും പെയിൻഫുള്ളായ സിറ്റുവേഷൻസിനെ പോലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു നിസ്സാരമായ രീതിയിൽ ചിരിച്ചു തള്ളാൻ പാകത്തിനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇന്ന് നിങ്ങൾക്കുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു എനർജി കൊണ്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ കരിയർ പരമായ കാര്യങ്ങളോ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫിനാൻസോ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിലേക്ക് വരാനും നടക്കാനുമൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പോസിറ്റീവും ഏറ്റവും എനർജിയുമായിട്ട് നിൽക്കുന്നു നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്നാണ് നമുക്ക് ഈ ഒരു ഏസ് ഓഫ് കപ്സ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാറ്റങ്ങളാണ്, പവർഫുള്ളായ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത്. ഏറ്റവും നല്ലൊരു ഡയറക്ഷനിൽ, നിങ്ങൾ കറക്റ്റായ ഒരു ഡയറക്ഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാണാൻ പാകത്തിന്, വിഷ്വലൈസേഷൻ പോലെ നിങ്ങൾക്ക് മുന്നിൽ അത് കാണാൻ പാകത്തിന് ഇനി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്ന ഒരു എനർജി. അതായത് മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് ഏറ്റവും പവർഫുള്ളായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത്. അതൊരു വലിയൊരു ആക്ഷൻ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റു പലർക്കും വേണ്ടി നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. വളരെ നല്ലൊരു മാറ്റമാണ് കേട്ടോ. ഏറ്റവും പവർഫുള്ളായി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഡിവൈൻ കൊണ്ടുചെന്ന് നിർത്താൻ പോകുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു ഡിവൈൻ ടൈമിംഗ് എന്ന് തന്നെ പറയാം കേട്ടോ. വളരെയധികം പോസിറ്റീവായി തന്നെ ചില കാര്യങ്ങളെ കാണാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നു. അതുപോലെ നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം വന്ന് ചേരുന്ന
വരുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു എനർജി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുടർന്ന് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. കുറേ ആളുകളിൽ നിന്നും തേർഡ് സിറ്റുവേഷൻസ്, നെഗറ്റീവായ സിറ്റുവേഷൻസ് പൂർണ്ണമായും റിമൂവിങ് ആയി പോയിരിക്കുന്നത്, പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്ന എൻഡിങ് ടൈമിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില നെഗറ്റീവായ സിറ്റുവേഷൻസ്, നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളെയും നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട് കുറേ കാലങ്ങളായിട്ട് മുന്നോട്ട് ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഇപ്പം നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു. കാരണം നിങ്ങൾ പോലും അറിയാതെ ഒരു ഫൈറ്റിംഗ് എനർജി നടക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കാലം മുതൽക്കുള്ള കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കൂളായ മൈൻഡിലേക്ക് ഇന്ന് നിങ്ങൾ എത്തുന്നു, വളരെ ശാന്തമായി ചിന്തിക്കാൻ പറ്റുന്നു. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഫൈറ്റിംഗ് മൈൻഡ്, സ്വയം ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ സ്വയം പല കാര്യങ്ങളെയും ഇങ്ങനെ റിപ്പീറ്റ് ചിന്തിച്ച് സ്വയം ഫൈറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിൽ നിന്നും ആ ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഇന്ന് ഹീലാകുന്നു എന്നാണ് കാണുന്നത്. ആ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. വളരെയധികം പോസിറ്റീവായി, അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ, നിങ്ങളോട് തന്നെ ഒരു അഭിമാനം തോന്നുന്ന, അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഞാൻ എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് തോന്നുന്ന ഒരു ദിവസം. കാലം മാറുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പ്രോബ്ലംസിനെയും നേരിടേണ്ടി വരില്ല. കാരണം കാലം നിങ്ങളോടൊപ്പമുണ്ട്. ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സും സപ്പോർട്ടും നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളിന്ന് ഒന്നും ചെയ്യേണ്ട, അതെല്ലാം ഡിവൈൻ തന്നെ ചെയ്തോളും എന്ന് തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഇന്നൊരു ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കരിയർ പരമായിട്ടൊക്കെ ചില മാറ്റങ്ങൾ, അതുപോലെ ഓപ്പർച്യൂണിറ്റി, എന്തോ ഒരു വലിയ ശക്തമായ ഒരു വിജയം, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അത് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ, നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഗ്രോത്താണ് നിങ്ങളെ തേടി ഇന്ന് വരുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ കറക്റ്റായ പാതയിലൂടെയാണ് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവായതും അല്ലെങ്കിൽ ഒരു അബദ്ധമോ ഒന്നും സംഭവിക്കില്ല. ചില സമയത്ത് നമ്മൾ എടുത്തു ചാടിയോ അല്ലെങ്കിൽ നല്ലതെന്ന് ചിന്തിച്ചോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ തെറ്റായി പോകുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. കാരണം നിങ്ങൾ ഇന്ന് റൈറ്റ് പാത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഇന്ന് ഡിവൈൻ നിങ്ങളോടൊപ്പമുണ്ട്. ഡിവൈൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളോടൊപ്പമുണ്ട്. അപ്പം നിങ്ങൾ വളരെ സ്പിരിച്വലായി കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ ഒരു ഉൾവിളി, ശരിയും തെറ്റിനെയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഡിവൈൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും ഇന്ന് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ ചില ലെസൺ ഇന്ന് പഠിക്കുന്ന ദിവസമാണ് കേട്ടോ. ചില കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറിവില്ലായിരുന്നു എന്ന് നിങ്ങൾ അഭിനയിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻസിൽ ഏത് സാഹചര്യമായിക്കോട്ടെ, ഇനിയിപ്പോൾ ജോലി സ്ഥലത്തായിക്കോട്ടെ, നിങ്ങൾക്കറിയാമെങ്കിലും അറിയില്ല എന്ന ഒരു സാമട്ടിൽ പോയിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് വേറെ നെഗറ്റീവായിട്ടല്ല, നമ്മൾക്കൊരു മടി തോന്നിയിട്ടോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ട എന്നൊക്കെ ചിന്തിച്ച് ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിന് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് നേടേണ്ടി വരും. അതല്ലെങ്കിൽ അതിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരുന്നു. മാറി നിന്നെടുത്തെന്നൊക്കെ മുൻപോട്ട് കയറി നിൽക്കേണ്ട അവസ്ഥ. ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മളങ്ങ് മാറിക്കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു നിങ്ങൾക്കെങ്കിൽ ഇന്ന് മുന്നിട്ടിറങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിൻ്റെയും സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു ദിവസമാണ്. കാരണം ഇമോഷണലി ഒരുപാട് വ്യക്തികളുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ കുറേ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഒന്ന് പുകഴ്ത്തി പറയുന്ന ഒരു ദിവസം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ മുൻപ് കിട്ടിയ കാർഡ്സ് പോലെ തന്നെ ഒരു അഭിമാനം തോന്നുന്ന ദിവസം. കാരണം ഒരു സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിവസം. അതുപോലെ ഹാർട്ട് ചക്രയുടെ ആ ഒരു പ്രസൻസ് ഈ ഒരു 9 ഓഫ് കപ്സിലുമുണ്ട്. കാരണം പൂർണ്ണതയാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇന്നൊരു സംതൃപ്തി, ഒരു വിജയം ലഭിച്ച ദിവസം, ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നു. അതുപോലെ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ഏതൊക്കെയോ ഒരു വ്യക്തിയുമായിട്ടൊരു കണക്ഷൻസ് ഇന്നുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത്തിരി ഒരു ലീഡർഷിപ്പ് മൈൻഡുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇടപെട്ട് ചില കാര്യങ്ങളൊക്കെ ഇന്ന് ചിലപ്പോൾ പാർട്ടി സംബന്ധമായിട്ടാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജോബിലോ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ ഒരു മേഖലയിലുള്ള വ്യക്തിയുമായിട്ട് ഇന്ന് കുറച്ച് സംസാരിക്കാനും അവരോട് ചേർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതിൽ നിങ്ങൾ വളരെ സംതൃപ്തിയും സാറ്റിസ്ഫാക്ഷനും അനുഭവിക്കുന്നതായിട്ടാണ്
കാണുന്നത്. അതുപോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഇന്നുണ്ട്. കാരണം ഒരു ഗ്രോത്താണ്, ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റുന്നു. കാരണം കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ, നിങ്ങളുടെ തന്നെ പക്വതയോടുകൂടി നിങ്ങൾ പവർഫുള്ളായൊരു വ്യക്തിയായിട്ട് നിന്ന്, നിങ്ങളുടെ ലീഡർഷിപ്പിനോടുകൂടി തന്നെ നിന്ന് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്നു. ആ ഒരു അഭിമാനം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. 7 ഓഫ് സോഴ്സ് ആണ്. ചില ചീറ്റിംഗ് എനർജി ഇന്നത്തെ ദിവസം ചില വ്യക്തികളിൽ കാണുന്നു. ചില സിറ്റുവേഷൻസ്, അതായത് എൻഡിങ് ആയി പോയ ചില സിറ്റുവേഷൻസൊക്കെ എൻഡായി, ഡെത്തായി പോയി എന്ന് ചിന്തിച്ച ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ചീറ്റിംഗ് എനർജികളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ചില ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന, നിങ്ങളെ കുറേ നാളായിട്ട് ചുമ്മാ പറ്റിച്ചുകൊണ്ടിരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഇന്ന് അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവസാനിച്ചു, ഇനി അതെൻ്റെ ലൈഫിൽ ഇല്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു വലിയ ആത്മവിശ്വാസം നൽകുന്നു. മുന്നോട്ടേക്ക് കുറച്ച് സ്ട്രഗിളിങ് ചെയ്താലും വേണ്ടില്ല, വിജയിക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇന്നത്തെ ദിവസം നൽകുന്നുണ്ട്. ചില സിറ്റുവേഷൻസൊക്കെ നിങ്ങളിൽ നിന്നും എൻഡിങ് ആയി പോയിരുന്നത് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് എഡ്യൂക്കേഷൻ പരമായ കാര്യമാവാം, അല്ലെങ്കിൽ കരിയർ ആവാം, അല്ലെങ്കിൽ ഫിനാൻസ് ആവാം. നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായും എൻഡിങ് ആയി, ഡെത്തായി പോയി എന്ന് ചിന്തിച്ച ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത്. പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഒരു സ്ട്രഗ്ലിംഗ് എനർജി, ഒരു എന്താ പറയുക, ഒരു ഫോക്കസിങ് വളരെ ശക്തമായിട്ട് കരിയറിൽ നിന്ന് നല്ലപോലെ ഫോക്കസിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നു കേട്ടോ. ആരുടെയും സപ്പോർട്ടിംഗ് ഒന്നും ഇല്ലാണ്ട് സെൽഫായിട്ട് തന്നെ ചില ഫോക്കസിങ് മൈൻഡോടുകൂടി നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഫാമിലിക്കുള്ളിലും ഇന്ന് കുറച്ച് ഫോക്കസിങ് നൽകേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഒരു സന്തോഷവും സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് കുടുംബത്തിനുള്ളിൽ നിങ്ങളുടേതായ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. അതുപോലെ ലൈഫിലൊക്കെ ഒരു പുതിയ തുടക്കം, കരിയർ പരമായ കാര്യങ്ങളിലൊക്കെ ഒരു ഫോക്കസിങ് ചെയ്യുന്നതിനനുസരിച്ച് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം, ഒരു പുതിയ ഒരു ദിവസമായിട്ട്, ഒരു ന്യൂ ഡേ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇന്നൊരു പ്രോഗ്രസ് ഒക്കെ, നിങ്ങളുടെ ലൈഫിൽ കുറേ നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, പ്രതീക്ഷിക്കാതിരിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റി. ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും ഇന്ന് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. കുറേ കാലം കൊണ്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിന്ന് പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സാഹചര്യം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷൻസ് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ പ്രതിജ്ഞാബദ്ധമായ സത്യസന്ധമായ ഒരു ദിവസമാണ്. അതായത് മണി ബ്ലോക്കേജോ അതുപോലെ ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ, മണി സ്റ്റക്നെസ് ഒക്കെ ആയിട്ട് നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്കിന്ന് സാമ്പത്തികമായിട്ടൊക്കെ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. സാമ്പത്തികം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വിഷമമാണെന്ന് എനിക്കറിയാം. കാരണം വരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസാണ്. നമ്മൾക്ക് എത്ര നാളാണോ അതിൻ്റെ സാമ്പത്തികം എന്ന് പറഞ്ഞൊരു നിസ്സാരമായ കാര്യമല്ല. അത് അട്രാക്റ്റ് ചെയ്ത് അത് കയ്യിലേക്ക് വരിക എന്നത് വളരെയധികം ഒരു വെല്ലുവിളി തന്നെ, ഒരു ചലഞ്ചിങ് തന്നെയാണ് കേട്ടോ. സാമ്പത്തികം നമ്മൾക്ക് കിട്ടുക എന്നുള്ളത് അത് എത്രത്തോളം നമ്മൾ ഹീലിംഗ് ആവണം. നമ്മളിലൂടെ നെഗറ്റീവായ എനർജി പൂർണ്ണമായും ഹീലിംഗ് ആയാൽ മാത്രമാണ് നമ്മളിലേക്കും പണം അട്രാക്റ്റഡ് ആവുകയുള്ളൂ എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുക. സാമ്പത്തികം എന്നത് നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ പിന്നെ എല്ലാം അതിൻ്റെ പിന്നാലെ വന്നോളൂ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു സാമ്പത്തികത്തിന് മണി അഫർമേഷൻസ് ഒരു കാരണവശാലും മുടക്കരുത്. മണി അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേയിരുന്നോണം. തീർച്ചയായിട്ടും സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. ഒരു ബാലൻസ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ കേട്ടോ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾക്ക് പല സിറ്റുവേഷൻസിനെയും ഇന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. പല കാര്യങ്ങളെയും അതുപോലെ നിങ്ങളോട് ഒത്തുചേർന്ന് പോകാത്ത ചില വ്യക്തികളെയും ഒക്കെ ഇന്നൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇമോഷണലി ചെറിയൊരു നിരാശയുണ്ട് ഇന്നത്തെ ദിവസം. എന്തൊക്കെയോ കാര്യം, അത് ഫാമിലി സംബന്ധമായിട്ടുള്ളൊരു വിഷയത്തിൽ കുറച്ച് നിരാശയുള്ളതായിട്ടാണ് കാണുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസൊക്കെ ആയിട്ടോ എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നതയോ പ്രശ്നമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ, അതുപോലെ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു
ലോസ് അനുഭവിക്കുന്നു, അതിൻ്റെയൊക്കെ ഒരു നിരാശയുണ്ട് എങ്കിൽ നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക, വീണ്ടും അതിനൊക്കെ വേണ്ടി ശ്രമിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഒരു ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുക കേട്ടോ. ഇമോഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവരോടും ഒരു നല്ല രീതിയിൽ ഇടപെടാൻ, ബിഹേവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തന്നെ ബാലൻസ് പ്രശ്നങ്ങളെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതേസമയം നമുക്ക് മറ്റുള്ളവരോട് പെട്ടെന്ന് എടുത്തടിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനൊന്നും തയ്യാറായില്ല എങ്കിൽ, ഇമോഷണലി നമ്മൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ പ്രശ്നങ്ങൾ വഷളാവുകയുള്ളൂ. അപ്പം ഇമോഷണലി ഒന്ന് ഓക്കെ ആവുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് കഠിനാധ്വാനം, ഇന്നത്തെ ദിവസം കുറച്ച് അധ്വാനം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും, ഒരു കാര്യത്തിലല്ല ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നു എന്നും, അത് ചിലപ്പോൾ നിങ്ങളൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കൂട്ടു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഫിനാൻസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫിനാൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനം എന്തോ ആയിക്കോട്ടെ, ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ഇന്ന് അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. ലൈഫിലേക്ക് ഒരു ചേഞ്ചിങ്ങിനുള്ള, ഒരു മാറ്റത്തിനുള്ള ഒരു മാർഗമായിട്ട് തന്നെ നിങ്ങളതിനെ കാണുക. പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമൊക്കെ ഉള്ള ദിവസമാണ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കുറേ റിലാക്സ് ആവാൻ സാധിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. ഒരുപാട് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാതെ വളരെ റിലാക്സ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. ഇമോഷണലിയും അതുപോലെ തന്നെ ഫിനാൻഷ്യലിയും എല്ലാം ഒരു ശാന്തമായി ആ ഒരു സിറ്റുവേഷൻസിനെ ഒരു നിസ്സാരമായ മട്ടിൽ അതിജീവിക്കാൻ പറ്റുന്നു. പിന്നെ കുറേ വ്യക്തികൾക്ക് ഇന്ന് ചില വ്യക്തികളെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, ഒരു സഹായമൊക്കെ നൽകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ ഫിനാൻസ് പരമായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് അലയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ തന്നെ അതിനുള്ള മാർഗമുണ്ട് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് അരികിൽ തന്നെയുണ്ട് അതിനുള്ള വഴിയും മാർഗവും. അത് തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു സമാധാനമൊക്കെ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ. കുറച്ച് ഹാർട്ട് ബ്രേക്കിംഗ് ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ആ ഒരു ഹാർട്ട് ബ്രോക്കണൊക്കെ അവസാനിക്കുക. അത് ഫിനാൻസ് പരമായ കാര്യത്തിനാണ് ഇതിനകത്ത് നമുക്ക് ഹാർട്ട് ബ്രോക്കണും മറ്റു പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നൊരു റീയൂണിയൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻസ് ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ ഇന്നുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു കോളോ മെസ്സേജോ ഒരു ചെറിയ രീതിയിലെങ്കിലും ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ ഫിനാൻസ് പരമായ ഒരു കാര്യത്തിൽ ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടതായ ആ ഒരു കാര്യങ്ങൾ നമ്മൾ എന്തോരം ട്രൈ ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മളിലേക്ക് കാര്യങ്ങൾ വന്ന് ചേരുന്നതെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിനൊക്കെയുള്ള സമയമാണ്, മാറ്റങ്ങളുടെ ടൈമാണ്. എല്ലാവർക്കും ഒരു പോസിറ്റീവായ എനർജി തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്പിരിച്വലായിട്ട് നല്ല ഒരു മാറ്റമാണ് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ദ ക്രിസ്റ്റാണ് വന്നിരിക്കുന്നത്, അതായത് ഉയർത്തെഴുന്നേറ്റവനാണ് ക്രിസ്തു. അപ്പം അതുപോലെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തകർന്നിരിക്കുകയല്ല, അല്ലെങ്കിൽ നമ്മൾക്കിനൊന്നും സാധിക്കുകയില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. വിധി ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിച്ച് നിങ്ങളോട് ഉയർത്തെഴുന്നേൽക്കാനാണ് പറയുന്നത് നമ്മുടെ യൂണിക്കോൺ. അതുപോലെ തന്നെ ലാഫ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സ് തുറന്ന് ചിരിക്കുക, സന്തോഷിക്കുക. ഒരു ചെറിയ ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ പോലും അത് മനസ്സിൽ സംതൃപ്തിയോടുകൂടി, ഏറ്റവും നല്ല ഒരു സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുക. സുഹൃത്തുക്കളോടൊത്താണോ, നമ്മുടെ ഫാമിലിയോടൊത്താണോ, ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സോടുകൂടി നമ്മുടെ നിമിഷങ്ങളെ കൈകാര്യം ചെയ്യാനാണ് നമ്മളുടെ യൂണിക്കോൺ നമ്മൾക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നു എന്ന് ഫീൽ ചെയ്യുന്നു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.